ഗായ്സ് അങ്ങനെ നമ്മളിതേ നടക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ കൈ രണ്ടും കൂടി വേർത്തിട്ട് ഒരു രക്ഷയില്ല. എൻ്റെ ഗായ്സെ മോസ്റ്റായിട്ട് കൈ വേർത്ത് ഇറ്റിറ്റിറ്റ് വീഴുമായിരുന്നു. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് വേർപ്പിൻ്റെ ഒരു അസുഖം ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ അതേ നമ്മുടെ അയ്യൻസ് നമ്മുടെ ക്രാക്കേഴ്സിൻ്റെ കടയിലാണ് ഗായ്സ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരുപാട് ഇഷ്ടംപോലെ പടക്കങ്ങളുണ്ട് അല്ലേ. അപ്പം നമ്മളിന്ന് വാങ്ങാൻ പോകുന്നതുണ്ട് നമ്മുടെ ദിവാലി അല്ലേ. അപ്പം അതിന് സ്പെഷ്യലായിട്ട് കുറച്ച് വിരിപ്പടക്കങ്ങളും അതുപോലെ തന്നെ നമ്മളെ പൂത്തിരിയും പിന്നെ നിലച്ചക്രമാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ. ഒരു 3-4 ഉള്ളൂ കേട്ടോ, ജസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മളത് വാങ്ങിയിട്ട് ഇതേ വെയിലത്ത് നടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡേ നമ്മൾ ഇറങ്ങിയത് കൊണ്ടാന്ന് തോന്നുന്നു, ഒന്നല്ലെങ്കിൽ പെരുമഴ അല്ലെങ്കിൽ ഭയങ്കര വെയിലും. ഇത് രണ്ടിലേതെങ്കിലും ഒന്നും നമ്മൾ ഇറങ്ങി ഉണ്ടാവാതിരിക്കില്ല കേട്ടോ. നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഏകദേശം സമയം ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ. എന്നിട്ട് എന്നാ ഒരു വെയിലാന്ന് കണ്ടില്ല. എൻ്റെ ദൈവമേ, നമ്മൾ കരിഞ്ഞു പൊരിഞ്ഞു പോവും. അങ്ങനെ അത്രയ്ക്ക് വെയിലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ കുട എടുത്തില്ല. നമ്മൾ ഇത്രയും വെയിലുണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഇത് അറിയണില്ലല്ലോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ മാവേലിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ മാവേലിയിലേക്ക് ഇടിച്ച് കയറി പോകുന്നത് കണ്ടൂലേ. അപ്പോൾ നമ്മൾ ഓർത്തു ആദ്യം മാവേലിയിൽ പോകണ്ട, നമുക്ക് പടക്കക്കടയിൽ പോയിട്ട് പിന്നെ മാവേലി കടയിൽ മാവേലി പോകാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ അതേ ഞാൻ എൻ്റെ ഷൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷൂവിനൊരു സ്വഭാവം ഉണ്ട്, എപ്പോഴും അഴിഞ്ഞു പോക്കും. അപ്പോൾ അങ്ങനെ ഓർത്തു. അപ്പോൾ അങ്ങനെ ഷൂ അഴിഞ്ഞു. എന്തായാലും ഞാനിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് തന്നെ അപ്പം അങ്ങനെ ഷൂവും കെട്ടിക്കാന്ന് അപ്പം അങ്ങനെ ഓർത്തു കേട്ടോ. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ ആയില്ലേ. അപ്പോൾ എൻ്റെ ഷൂ ഞാൻ അവിടെ ഇരുന്നത് ഷൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഈ ഷൂ കെട്ടിൽ മാത്രം എനിക്ക് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ. കാരണം ഭയങ്കര കഷ്ടപ്പാടാണ്. കടുങ്ങിട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അഴിക്കാൻ ഭയങ്കര കഷ്ടപ്പാട്, ഒന്നും പറയണ്ട. അങ്ങനെ പൈങ്കിളി ഇതേ ഷൂ കെട്ടി തരാൻ വേണ്ടിയിട്ട് കാലിതേ വെച്ചത് കണ്ടില്ലേ കൊച്ച്. അപ്പോൾ കൊച്ചിനെന്തേ ഷൂ ഞാൻ ഷൂ കെട്ടി കൊടുക്കുവാണ് കേട്ടോ. അപ്പം മാവേലിയിൽ നിന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ചേച്ചിമാരെല്ലാ സാധനങ്ങളൊക്കെ അതിൻ്റേതായ സ്ഥാനത്ത് എടുത്ത് വയ്ക്കുമായിരുന്നേ. അപ്പം ഞാൻ അവിടെ ഇരുന്ന സോപ്പിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സോ ഒരു 25% കൂടിയിട്ടുണ്ടേ, മറക്കണ്ട കൈസേ. അപ്പോൾ അത് ഞാനും പൈങ്ങളും കൂടി അങ്ങനെ മമ്മേനെയും തേടി അങ്ങനെ പോവാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഫ്രണ്ടിൽ സാധനങ്ങളൊക്കെ എടുത്തിടുകയാണ്. അപ്പോൾ നമുക്ക് അവരുടെ കൂടെ പോയി സഹായിക്കാം. ലെറ്റ്സ് ഗോ.